ഹലോ ഹായ്, നമുക്കൊരു ഡാവണി സ്റ്റിച്ചിങ് ചെയ്യാം കേട്ടോ. ഒരു ചെറിയ കുട്ടിക്കുള്ളതാണ് കേട്ടോ. ഒരു 11 വയസ്സായ കുട്ടിക്ക്, 12 വയസ്സായ കുട്ടി, ഒരു 11 വയസ്സായ കുട്ടിക്ക് എൻ്റെ മോളത്രയും കിട്ടുക ക്രോപ്പ് ടോപ്പ് ചെയ്തത്. ഇത് സ്റ്റിച്ചിങ് കാണിക്കാൻ സമയം കിട്ടിയില്ല, ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ. ഇതാണ് സ്റ്റിച്ചിങ്. ബാക്ക് ഹുക്ക് വെച്ചിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്ത് വെച്ചാണ്. ഓളെ തിരക്കണം. അപ്പോൾ അത് കാരണം സമയം കിട്ടാത്ത കൊണ്ടാണ് കേട്ടോ. നമുക്കത് ഈ സാരി വെച്ചിട്ടാണ്. സാരി ഇത് പാവാടയ്ക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 3.5 മീറ്റർ എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ഞെറിയൊക്കെ ആയിട്ട് 3.5 മീറ്ററാണ്. മൊത്തം ഇറക്കം വന്നിട്ട് ആ കുട്ടിക്ക് വാങ്ങാൻ പറഞ്ഞത് 35 ഇറക്കം പറഞ്ഞിരിക്കുന്നത് മൊത്തം പാവാട. അപ്പം നമ്മൾ 2 ഇഞ്ച് കുറച്ചിട്ട് 35 2 ഇഞ്ച് കുറച്ച് കഴിഞ്ഞാൽ 33 ലെങ്ത്ത് എടുത്തിട്ട് കട്ട് ചെയ്യണം കേട്ടോ. പാവാട 2 ഇഞ്ച് പട്ട വയ്ക്കും. അപ്പം നമുക്ക് 35 ഇറക്കം കിട്ടും. അപ്പോൾ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ ലൈനിങ് 2 ഇഞ്ച് കുറയ്ക്കണം. നമ്മളതൊക്കെ കട്ട് ചെയ്ത് വെച്ചു. പട്ട ഇതാണ് കേട്ടോ വയ്ക്കുന്നത്. ഇതാണ് പാവാട വരുന്നത്. അടിഭാഗം ഇങ്ങനെ വരും. ബ്ലൗസ് വന്നിട്ട് ഇതാണ് കേട്ടോ. നമുക്ക് ലൈനിങ് പച്ച കൊടുക്കണം. ഇതാണ് ബ്ലൗസ്. കുട്ടിക്ക് ഷോൾഡർ വന്നിട്ട് മൊത്തം 5.5 ഇഞ്ചാണ് ഷോൾഡർ വരുന്നത് കേട്ടോ. 5.5 6 കൊടുക്കാം. 12 വയസ്സായില്ല. അപ്പോൾ 5.5 ഇഞ്ച് ഷോൾഡർ, 6.5 ഇഞ്ച് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 6.25 വെച്ചിട്ട് നമുക്ക് ഒരു 9 ഇഞ്ചായിട്ട് നമുക്ക് കൊടുക്കാം കേട്ടോ. അടിഭാഗം ഇടുപ്പ് വണ്ണം വന്നിട്ട് 20. അതിൻ്റെ കാൽഭാഗം 10, 10ൻ്റെ കാൽഭാഗം 5. അപ്പം 5 കൂടി ഒരു 9.5 ഇഞ്ചാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ഒക്കെ ലെങ്ത്ത് കൂട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. കൈക്കൂടി മാർക്ക് ചെയ്യാം. നമുക്ക് കട്ട് ചെയ്യാം. ക്രോപ്പ് ടോപ്പ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വന്നിട്ട് കഴുത്ത് കട്ട് ചെയ്യാം. സോറി, 2.25 വെച്ച് കട്ട് ചെയ്യാം. 2.25. ഇഞ്ച് ഇറക്കം 4.5 ഇഞ്ച് നമുക്ക് റൗണ്ടാക്കാം. കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് ഭാഗത്ത് മാറ്റി വെച്ചാൽ വേക്കാം. കഴുത്ത് പാട്ട്, ഇത് ബാക്ക് പാട്ട്, ഇത് ഫ്രണ്ട് പാട്ട്.
ഒരു 6 ഇഞ്ച് കൊടുക്കാം കേട്ടോ. ഒരു 6 ഇഞ്ച് ഫ്രണ്ടിൽ എടുത്ത് കൊടുക്കുക. ഇവിടെയും 2.25 മാർക്ക് ചെയ്യുക. ഇവിടേക്ക് ഒരു 1/2 ഇഞ്ച് ഒരു പോയിൻ്റ് മാത്രം ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ഡിസൈൻ. ഇപ്പോഴത്തെ മോഡൽ കഴുത്താണ് കേട്ടോ, ഫ്രണ്ട് കഴുത്താണ്. അപ്പോൾ നമുക്ക് കട്ടിങ് കഴിഞ്ഞ് ഇനി സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം കേട്ടോ. നമുക്ക് കൈ കട്ട് ചെയ്യാം. കൈ ഇറക്കം നമ്മൾ ഒരു 4.5 ഇഞ്ച് കൊടുക്കാം കേട്ടോ കയ്യ്. അതിൻ്റെ അടിയിൽ ഈ കഷ്ണം ഇങ്ങനെ വെക്കട്ടോ. ഇങ്ങനെ വെച്ചടിക്കാൻ പഫ് കൈയാണ് കൊടുക്കുന്നത്. അതിന് നമുക്ക് കുറച്ച് ഫ്രില്ലിടാൻ വേണ്ടി ഒരു 12 ഇഞ്ചോളം നമ്മൾ വയ്ക്കുന്നുണ്ട് കേട്ടോ. നല്ല ഫ്രില്ലാണ്. സ്ക്വയറായി കിട്ടുന്നത് ഒരു 3.5 ഇഞ്ച് ഷേപ്പ് അടയാളപ്പെടുത്തുക. 3 ഇഞ്ച് മതി, 3.5 വേണ്ട, 3 ഇഞ്ച് മതി. നമുക്ക് ഇങ്ങനെ കുഴിച്ച് വെട്ടണം. ഇങ്ങനെ കുഴിച്ച് വെക്കണം. കേട്ടോ, ഈ പഫ് ഇങ്ങനെ ഇട്ട് വരും. ഇങ്ങനെ ഞെറിയിട്ട് ഇങ്ങനെ ഞെറിയിട്ട് വരും. എന്നിട്ട് അടിയിൽ ഇത് നമ്മൾ കൊടുക്കും കേട്ടോ. ഇതിങ്ങനെ പട്ട വെച്ച് കൊടുക്കും. പഫ് സ്ലീവാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് അടിക്കണം, സപ്പോർട്ട് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ.